ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ശ്രീശാന്തും അതുപോലെ തന്നെ സഞ്ജു സാംസണെയും പറ്റിയുള്ള കാര്യങ്ങളാണ്. സഞ്ജു സാംസണെ പിന്തുണച്ച് ശ്രീശാന്ത് എത്തിയതാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയല്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: അസോസിയേഷനെതിരെ തെറ്റായതും അപകീർത്തിപരവുമായ പ്രസ്താവന നടത്തിയതിനാണ് നോട്ടീസ് നൽകിയത് എന്ന് KCA പറയുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസി ടീമിൻ്റെ ഉടമസ്ഥനായ ശ്രീശാന്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ അപകീർത്തിപരമായ കാര്യങ്ങളാണ് പറഞ്ഞ് കരാർ ലംഘനമാണ് KCAക്കെതിരെ നടത്തിയതെന്നാണ് ഇപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത്. കോടതി ക്രിമിനൽ കേസ് റദ്ദ് ചെയ്തെങ്കിലും വാതുവെപ്പ് വിഷയത്തിൽ ശ്രീശാന്ത് കുറ്റവിമുക്തനായിട്ടില്ല എന്ന വസ്തുതാപരമായ ഒരു കാര്യമാണ്. ശ്രീശാന്ത് അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കളിക്കാരുടെ സംരക്ഷണം ഏറ്റെടുക്കണ്ട എന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് KCA ശ്രീശാന്തിനെ വിമർശിച്ചിരിക്കുന്നത്. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യൻ ടീമിൽ ആര് വന്നു എന്ന് ശ്രീശാന്തിൻ്റെ ചോദ്യം ഹാസ്യമാണെന്നും KCA കൂട്ടിച്ചേർത്തു. അപ്പോൾ ടീമിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് സഞ്ജന സജീവൻ, മിന്നുമണി, ആശാ ശോഭന എന്നീ സീനിയർ ദേശീയ താരങ്ങളെ കൂടാതെ വനിതാ ഇന്ത്യൻ അണ്ടർ-19 വേൾഡ് കപ്പ് ജേതാക്കളുടെ ടീം ജ്യോതിഷ VJ, അണ്ടർ-19 ടീമിൽ നജ്ല CMC, പുരുഷ അണ്ടർ-19 ലോകകപ്പ് ടീമിൽ മുഹമ്മദ് ഇനാൻ എന്നീ താരങ്ങളെ ശ്രീശാന്ത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് അണ്ടർ-19 സഞ്ജുവിന് ശേഷം ആര് ഇന്ത്യൻ ടീമിൽ വന്നു എന്നുള്ള ചോദ്യമാണ് KCAനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയൊരു പത്രക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കണം. ബൈ.